താന്തോന്നിയും പെണ്ണും ഭാഗം 12. കാറിന് പുറത്തിറങ്ങിയ ദേവൻ കാറിൻ്റെ ബാക്കിൽ ചാരി കൈ കെട്ടി നിന്നു. നിനക്കെന്താടാ പോലീസുകാരെ കാണുമ്പോൾ ഒരു ബഹുമാനക്കുറവ്? ആ പോലീസുകാരൻ ദേവനെ മൊത്തത്തിലൊന്ന് നോക്കി ചോദിച്ചു. സുധീരൻ PK. ആഹാ, നീ പേര് വിളിക്കുന്നോടാ. ഇന്ന് നിന്നെ സാറേ, ചന്ദ്രൻ സാറേ. ദേ ഒരുത്തൻ നമ്മളോട് ഒരു ബഹുമാനവും കാണിക്കാതെ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നു. പോലീസ് ജീപ്പിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ തല വെളിയിലേക്കിട്ട് കോൺസ്റ്റബിൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. എൻ്റെ ഭഗവാനെ, ദേവൻ സാറോ? എടോ, താൻ ആരെയാ പിടിച്ചു വെച്ചേക്കുന്നതെന്നറിയാമോ? എന്താ സാറേ, എന്തേലും പ്രശ്നമുണ്ടോ? SI ചന്ദ്രൻ ജീപ്പിൽ നിന്നിറങ്ങി സുധീരനെ നോക്കി പല്ല് കടിച്ചു. ഇല്ല, ഒരു പ്രശ്നവുമില്ല. തലയിലെ തൊപ്പി തെറിക്കാതെ ഇരുന്നാൽ മഹാഭാഗ്യം. അദ്ദേഹം വേഗത്തിൽ നടന്ന് ദേവന്റെ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് സർ. വിനയത്തോടെ ബഹുമാനപൂർവ്വം അയാൾ ദേവനെ സല്യൂട്ട് ചെയ്തു. മോർണിംഗ്. അയാൾ ഇവിടെ പുതിയതാണോ? ദേവൻ അവരെ തന്നെ നോക്കി നിൽക്കുന്ന സുധീരനെ നോക്കി ചോദിച്ചു. അതെ സാറേ, 2 ദിവസം ആയിട്ടേ ഉള്ളൂ. കാരക്കോട്ടായിരുന്നു ഇതിനു മുൻപ്. SI അതേ ബഹുമാനത്തോടെ പറഞ്ഞു. പറഞ്ഞേക്ക്, ആളെ അറിഞ്ഞു വേണം സംസാരിക്കാനെന്ന്. ദേവൻ തന്റെ താടി ഉഴിഞ്ഞുകൊണ്ട് 2 പേരെയും നോക്കി കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ചന്ദ്രൻ സാറേ, അത് ആരാ? കോൺസ്റ്റബിൾ സുധീരൻ SIയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചതും അദ്ദേഹം അയാളെ ദഹിപ്പിച്ചു ഒന്ന് നോക്കി. അത് ആരാണെന്നോ? ഇവിടുത്തെ ACP സാറാടോ അത്? ACP ദേവനാരായണൻ. സാറിനെ പുതിയതായി വന്ന ആർക്കും പരിചയം കാണില്ല. 2 മാസമായിട്ട് ഏതോ കേസിന്റെ പിന്നാലെയാ. SI ചന്ദ്രൻ പറഞ്ഞതും സുധീരൻ നെഞ്ചിൽ കൈവച്ചു പോയി. എൻ്റെ ചന്ദ്രൻ സാറേ, എൻ്റെ ജോലി പോകുമോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. കിട്ടുന്നതങ്ങ് വാങ്ങിക്കോ. അയാൾ പേടിയോടെ പറഞ്ഞതും ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നു. പോലീസ് എന്തിനാ വിളിച്ചത്? നിഷ്കളങ്കമായി ചോദിക്കുന്നവളെ കണ്ട് അവൻ പല്ല് കടിച്ചു. അവർ അവിടെ ഇലയിട്ട് സദ്യ വിളമ്പി വെച്ചിരിക്കുന്നു, കഴിക്കാൻ ചെല്ലാൻ. അവൻ വന്ന ദേഷ്യത്തോടെ പറഞ്ഞതും പാറു പരിഭവത്തോടെ മുഖം തിരിച്ചു. ദേവൻ അവളെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇടയിൽ എപ്പോഴോ കാഴ്ചകൾ കണ്ടിരുന്ന പാറു ഉറങ്ങിപ്പോയി. പാർവതി. സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി ദേവൻ പാറുവിനെ തട്ടി വിളിച്ചു. എന്താ ദേവേട്ടാ? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതിൻ്റെ വെപ്രാളത്തിൽ ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കിയവൾ. എത്തിയായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയല്ലേ? അവൾ ഒരു ചമ്മിയ ചിരിയോടെ ദേവനെ നോക്കിയതും അവൻ ഡോറിന്റെ ലോക്ക് മാറ്റി ഇറങ്ങാൻ കണ്ണു കാണിച്ചു. പാറു പുറത്തിറങ്ങി മൊത്തത്തിലൊന്ന് നോക്കി. അപ്പോഴേക്കും ദേവൻ അകത്തേക്ക് കയറിയിരുന്നു. മോനെ ദേവ, നീ എപ്പോ വന്നു? എത്ര ദിവസമായി നീ പോയിട്ട്? ലക്ഷ്മിയമ്മ ദേവനടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. പാർവതി. അമ്മയുടെ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ദേവൻ ഉച്ചത്തിൽ പാറുവിനെ വിളിച്ചു. ലക്ഷ്മിയമ്മ ആകെ വല്ലാതായി. പുറത്ത് മടിച്ചു നിൽക്കുന്നവൾ അകത്തേക്ക് കയറി വന്നു. നിന്റെ സർട്ടിഫിക്കറ്റ്സ് പിന്നെ വേണ്ടുന്നതെല്ലാം എടുത്തിട്ട് വാ. ദേവൻ അവളോടായി പറഞ്ഞതും തലയനക്കി അവൾ റൂമിലേക്ക് കയറിപ്പോയി. അപ്പച്ചി എവിടെ? ചുറ്റും നോക്കിയവൻ ലക്ഷ്മിയമ്മയോടായി ചോദിച്ചു. ഞാനിവിടെ ഉണ്ട് മോനെ ദേവ. എവിടേക്കോ പോകാൻ തയ്യാറായി റൂമിൽ നിന്നിറങ്ങി വരുന്ന ശാന്തിയെ ദേവൻ മൊത്തത്തിലൊന്ന് നോക്കി. എന്താടാ മോനെ നീ വിളിച്ചത്? ശാന്തി തിളങ്ങുന്ന പട്ടുസാരിയുടെ ഞൊറി നേരെയാക്കി. സുഖമല്ലേ അപ്പച്ചി? ഒരുതരം പുച്ഛത്തോടെ ദേവൻ അവരെ നോക്കി. അവർ എന്തോ സംശയത്തോടെ അവനെയും. അപ്പോഴേക്കും മഹിയും ഹരിയും നിത്യയുമൊക്കെ ഹാളിലേക്ക് വന്നിരുന്നു. ദേവ, എപ്പോ വന്നു നീ? അല്ല, പാറു ഇല്ലേ? നിത്യ അവനോടായി സ്നേഹത്തോടെ ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളയിടത്തി. പാർവതി അവളുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ റൂമിലേക്ക് പോയി. ദേവൻ പിന്നെയും അപ്പച്ചിയുടെ നേർക്ക് തിരിഞ്ഞു. രേഖയുടെ മാല കിട്ടിയില്ലേ? അറിയാത്ത ഭാവത്തോടെ അവരോട് ചോദിച്ചു ദേവൻ. കിട്ടി മോനെ, ആ പെണ്ണിന്റെ ബാഗിൽ നിന്ന്. കള്ളി, പെരും കള്ളിയാ മോനെ അവൾ.
എൻ്റെ കൊച്ചിൻ്റെ മാല എടുത്തിട്ട് ഇല്ലെന്ന് കള്ളം പറഞ്ഞവൾ. പാറുവിനോടുള്ള അരിശത്തിൽ അവർ പല്ല് കടിച്ചു. ദേവൻ അവരുടെ മാറിയ മുഖഭാവം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഓ, അങ്ങനെയാണല്ലേ. അപ്പോ ഇതെന്താ അപ്പച്ചി? ദേവൻ തന്റെ ഫോണെടുത്ത് ഒരു വീഡിയോ ഓണാക്കി അവരെ കാണിച്ചതും അവരുടെ മുഖം വിളറി വെളുത്തു. ഉമിനീരിറക്കി അവർ അവനെ നോക്കി. എന്താ അപ്പച്ചി, ഒന്നും മിണ്ടാനില്ലേ? അവരുടെ മുന്നിൽ നിന്ന് ഫോൺ മാറ്റിയവൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ? ആ പെണ്ണ് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മറിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ഈ വീട്ടിലെ സകലമാന ജോലികളും ചെയ്ത് ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയവൾ അല്ലേ? ആ അവളോട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം? ഈ വിധം തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? ദേവൻ അവരോട് ദേഷ്യത്തോടെ മുരണ്ടതും എല്ലാവരും അവന്റെ ഫോണിൽ എന്താണുള്ളതെന്നറിയാൻ ശ്രമിച്ചു. ഞാൻ എല്ലാവരുടെയും ഫോണിലേക്കും അയച്ചിട്ടുണ്ട്, എടുത്തു നോക്ക്, കാണാം. ദേവൻ നോക്കി നിൽക്കുന്നവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് വീണ്ടും ശാന്തിയുടെ നേരെ തിരിഞ്ഞു. മറ്റുള്ളവർ അവരുടെ ഫോണിൽ വീഡിയോ നോക്കുന്ന തിരക്കിലാണ്. മോനെ, ഞാനത്. നിങ്ങളിനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. എന്തോ ന്യായം പറയാൻ തുടങ്ങിയവരെ ഒരു നോട്ടം കൊണ്ട് അടക്കി നിർത്തിയവൻ. അപ്പോഴേക്കും ബഹളം കേട്ട് പാറു വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവളുടെ ബാഗുമായി സ്റ്റെപ്പിറങ്ങി വന്നു. ഹരിയേട്ടാ, ഇവർ കൊള്ളാലോ. ആ പെണ്ണിന്റെ ബാഗിൽ മാല കൊണ്ട് വെച്ചിട്ട് അതിനെ ഈ വിധം ഉപദ്രവിച്ചിരിക്കുന്നു. ഹോ, ഇവരൊരു മനുഷ്യ സ്ത്രീ തന്നെ. കയ്യിൽ മാലയും പിടിച്ച് പാത്തും പതുങ്ങിയും ദേവന്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന ശാന്തിയും തിരികെ വന്നുണ്ടാക്കിയ പ്രഹസനങ്ങളും പാറുവിനെ അടിക്കുന്നതുമൊക്കെയായിരുന്നു ആ വീഡിയോയിൽ. അത് കണ്ട് നിത്യ ഹരിയോടായി പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും പാറുവിനെ കാണുന്നത്. ലക്ഷ്മിയമ്മ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഇവിടുന്ന് പോയതുപോലെയല്ല. മൊത്തത്തിലൊരു മാറ്റം, മുഖത്താകെ ഒരു സന്തോഷം. അവർ അവളെ സൂക്ഷിച്ചു നോക്കി. നീ എന്താടാ എന്നെ ചോദ്യം ചെയ്യുന്നേ? ഈ നിൽക്കുന്നവളെ കൂടെ താമസിപ്പിച്ചപ്പോൾ ഇവൾ വല്ല കൈവിഷവും തന്നോ? ഇവൾ തന്നു കാണും, അതല്ലേ ഇനം. നിന്നെ പാരാത്രി റൂമിൽ വിളിച്ചു കയറ്റിയവളല്ലേ? അവളുടെ സ്വഭാവ മഹിമ എന്നോട് പറയേണ്ട നീ. അവരുടെ വൃത്തികെട്ട നാവിൽ നിന്ന് വീണ വാക്കുകൾ കേൾക്കെ പാറുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേ, നിങ്ങൾ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെയുള്ള ആളല്ല. ശാന്തിയുടെ മുൻപിലേക്ക് വന്നു നിന്ന് അവർക്കു നേരെ കൈ ചൂണ്ടി പാർവതി പറഞ്ഞതും എല്ലാവരും അവളെ അതിശയത്തോടെ നോക്കി. അയ്യോ, നീ പിന്നെ അങ്ങ് സത്യവതിയല്ലേ? ഇവനെ വിളിച്ചു കയറ്റിയതുപോലെ എത്ര പേരെ? അവർ പറഞ്ഞു തീരും മുൻപേ ദേവന്റെ മുൻപിലിരുന്ന ഗ്ലാസ് ടേബിൾ അവരുടെ മുൻപിൽ വീണുടഞ്ഞു. പാറുവിനെ മറഞ്ഞ് അവരുടെ മുന്നിൽ കലിപൂണ്ടി നിൽക്കുന്ന ദേവൻ. ഭയത്തോടെ അവർ പിന്നിലേക്ക് ആഞ്ഞതും അവരുടെ കാലിൻ തുമ്പിൽ ഒരു ചില്ലു കുത്തിക്കയറി. അയ്യോ, എൻ്റെ കാലേ! നിലവിളിച്ചവർ സോഫയിലേക്കിരുന്നു. ലക്ഷ്മിയമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇനി ഒരക്ഷരം ഇവളെപ്പറ്റി നിങ്ങൾ മിണ്ടിയാൽ അതൊരു താക്കീതായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഇവൾ വിളിച്ചു കയറ്റിയതാണെന്ന്. അവളുടെ റൂമിലേക്ക് നിങ്ങളല്ലേ നിതിനെ പറഞ്ഞു വിട്ടത്? അവൻ അകത്തേക്ക് കയറുന്നത് കണ്ട് പിന്നാലെ ചെന്ന എന്നെ അവളുടെ റൂമിലാക്കി പുറത്തുനിന്ന് വാതിൽ പൂട്ടിയത് നിങ്ങളും ആ മോനും കൂടെയല്ലേ? അല്ലേ എന്ന്. അല്ലെന്നാണെങ്കിൽ തെളിവ് സഹിതം കൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. ഈ പ്രായത്തിൽ ജയിലിൽ കഴിയാം. ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ കൈ ചൂണ്ടി. ആരും ഒന്നും മിണ്ടുന്നില്ല. അറിഞ്ഞ സത്യങ്ങളിൽ ആപ്പാടെ തകർന്നു പോയി. എല്ലാവരും ശാന്തിയെ ഒരു നികൃഷ്ട ജീവിയെ പോലെ നോക്കി. അവർക്ക് അപമാനഭാരം സഹിക്കാൻ കഴിയാതെ തല താഴ്ത്തിയിരുന്നു. അപ്പോഴും അവരുടെ മനസ്സിൽ പാറുവിനോടുള്ള തീർത്താൽ തീരാത്തത്ര പകയായിരുന്നു. ഈ വീട് മൊത്തം ക്യാമറ നിരീക്ഷണത്തിലാക്കിയോ ഇവൻ? ഹരി ദേവനെ നോക്കി മനസ്സിൽ ചോദിച്ചു പോയി. നീ എവിടെയാടാ ഇതൊക്കെ വെച്ചേക്കുന്നത്? മഹിയച്ചൻ ദേവനോടായി ചോദിച്ചു. എവിടെ വെച്ചു, എന്തിനു വെച്ചു എന്നൊന്നും ആരും ചോദിക്കണ്ട. നിങ്ങൾ മഷിയിട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. സൂക്ഷിച്ചാൽ പലർക്കും കൊള്ളാം, പലർക്കും. ദേവൻ അവസാനം പറഞ്ഞത് ഹരിയെ നോക്കിയായിരുന്നു. അവനൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ മുകളിലേക്കൊക്കെ നോക്കി.
അത് കണ്ട് നിത്യ ചിരിച്ചു. ശാന്തി, ദേവൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? മഹി പെങ്ങളുടെ നേർക്ക് തിരിഞ്ഞു. ആങ്ങളയുടെ മുഖത്തേക്ക് നോക്കിയ ശാന്തി പേടിച്ചുകൊണ്ട് ഉമിനീരിറക്കി. ദേഷ്യത്തിൽ ഉറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. തുടരും.